പ്രിയപ്പെട്ടവരെ, ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ്. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു ഭവനം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന ഒരു പുതിയ പദ്ധതിയാണിത്. 4 ലക്ഷം രൂപയാണ് വീട് നിർമ്മിക്കാൻ ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ അനേകം വായ്പാ പദ്ധതികൾ, അതായത് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട വായ്പാ പദ്ധതികൾ, തിരിച്ചടയ്ക്കേണ്ട വായ്പാ പദ്ധതികളുണ്ട്, ഫ്രീ ആയിട്ടുള്ള വായ്പകളുണ്ട്. അതുപോലെ തന്നെ ഭവന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ പദ്ധതികൾ, കേന്ദ്ര സർക്കാർ പദ്ധതികൾ, ഇതൊക്കെ തന്നെ നമ്മുടെ ഈ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ ചാനലിൽ പോയിട്ട് വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ലൈഫ് പദ്ധതിയുടെയൊക്കെ അനേകം വീഡിയോ നമ്മുടെ ഈ ചാനലിലുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓളെന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കാതിരിക്കുക. ഇപ്പോൾ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പും കേരള സംസ്ഥാന സർക്കാരും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു ഭവന പദ്ധതിയാണ് നമ്മൾ പറയുന്നത്. സംസ്ഥാന ഭാഗ്യക്കുറി ഏജൻറ്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്കുള്ള ഭവന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നു. കുറഞ്ഞത് 5 വർഷമെങ്കിലും സജീവ അംഗത്വം നിലനിർത്തുന്നവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. അതായത് ഈ ക്ഷേമനിധിയിൽ 5 വർഷമായിട്ട് സജീവമായിട്ടുള്ള ആളുകൾക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ കഴിയുന്നത്. ഭിന്നശേഷിക്കാർ, ഗുരുതര രോഗമുള്ളവർ, വിധവകൾ, ട്രാൻസ്ജെൻഡറുകൾ എന്നിവർക്ക് മുൻഗണനയുണ്ട്. അതുപോലെ തന്നെ അവസാന തീയതി മാർച്ച് 31 2025 മാർച്ച് 31. ഫോൺ 0477 225 2291 ലാൻഡ് ഫോൺ നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ടാലും നിങ്ങളുടെ ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡുമായിട്ട് ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അവസാന തീയതി മാർച്ച് 31 ഒന്നുകൂടെ പറയുകയാണ്. ഓക്കെ, എല്ലാവർക്കും നന്ദി.